ഹലോ, ഇതാണ് ഞങ്ങളുടെ തട്ടകം. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തുള്ള ശ്രീ പാലത്ര ഭഗവതി ക്ഷേത്രം. നാളെയാണ് ഇവിടുത്തെ കൊടിയേറ്റം കഴിഞ്ഞ 7ാം നാൾ ഉത്സവം. ഇവിടെ ഉത്സവത്തിന് ഭരണിവേല എന്നാണ് കേട്ടോ പറയാ, അതായത് കുംഭഭരണി. ഉത്സവത്തിന്റെ തലേന്ന് അതിഗംഭീരമായിട്ടുള്ള കാളവേലി ഉണ്ടാവും. ഇതാണ് കേട്ടോ ഇവിടുത്തെ കൂത്തുമാടം. കൊടിയേറ്റം കഴിഞ്ഞാൽ 7 ദിവസം ഇവിടെ തുടർച്ചയായിട്ട് തോൽപ്പാവക്കൂത്ത് ഉണ്ടാവാറുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 3 മണി വരെയാണ് ഉണ്ടാവാറുള്ളത്. പൊതുവെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കേട്ടോ ഈ ഒരു പാവക്കൂത്ത് നടത്തി വരാറ്. രാമായണം കഥയാണ് അവിടെ കാണിക്കാറ്. പാട്ടിലൂടെയും നിഴൽ നാടകമായിട്ടും ഒക്കെയാണ് ഈ പാവക്കൂത്ത് കണ്ടുവരാറ്. പറയുകയാണെങ്കിൽ പാവക്കൂത്തിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടോ. നമ്മൾ പറഞ്ഞു വന്നത് കൂത്തുമാടം കരയിടലിനെ പറ്റിയിട്ടാണ്. അതായത് കൊടിയേറ്റത്തിന്റെ തലേദിവസം കൂത്തുമാടം പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ അലങ്കരിക്കും. ഈ ഒരു അലങ്കാരത്തിനെയാണ് കേട്ടോ കൂത്തുമാടം കരയിടൽ എന്ന് പറയാം. വർഷങ്ങളായിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് ചെയ്തു വരുന്നത്. അങ്ങനെ കൂത്തുമാടത്തിന് ചുറ്റും അലങ്കരിച്ചു. നാളെ മുതൽ പാവക്കൂത്തിനുള്ള കാത്തിരിപ്പാണ്. നിങ്ങളുടെ തട്ടകത്തിലും ഇതുപോലത്തെ ചടങ്ങുകളുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉള്ളത്? അതിനെപ്പറ്റി അറിയെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ നാളെ പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ കാളവേലിക്ക് ഉത്സവത്തിനുള്ള കാത്തിരിപ്പാണ്. എന്നാ മറക്കണ്ട കേട്ടോ, ഈ വരുന്ന 22, 23 ആണ് കേട്ടോ.